നമുക്ക് ഒരു ജീപ്പിൽ 8 പേരെയാണ് കേട്ടോ ഇവർ കൊണ്ടുപോകുന്നത്. ഇനി ജീപ്പ് സ്റ്റാൻഡ് തപ്പി നടക്കുകയൊന്നും വേണ്ട. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കുടജാദ്രിയിലേക്ക് പോകാനുള്ള ജീപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ. തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ജീപ്പ് രാവിലെ 6 മണി മുതലാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീപ്പിൽ 8 പേരെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോയ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് 2 സുഹൃത്തുക്കളെ കിട്ടി. അതിലൊരാൾ അഖിലും കൂടെ എൻ്റെ കൂടെ കുടജാദ്രിക്ക് പോകാനായിട്ട് കൂടി കേട്ടോ. അപ്പോൾ അഖിൽ നേരത്തെ പോയിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നു. അങ്ങനെ നമ്മുടെ ജീപ്പിൽ മൊത്തം 8 പേരുണ്ട്. ഇവിടെ നിന്നപ്പോൾ തന്നെ നമുക്കൊരു ഫാമിലിയും കൂടെ കിട്ടി. അപ്പോൾ അവരോട് ചേർത്ത് മൊത്തം 8 പേര് നമ്മൾ സെറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്കും കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നിർത്തും. ഇവിടുന്ന് നമുക്ക് വെള്ളമോ ബിസ്ക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ മേടിച്ച് വെക്കാം. ഫുഡ് എന്തെങ്കിലും കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ലൈറ്റായിട്ടൊരു ചായ കുടിക്കാനുള്ള സമയം നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു കാര്യം എടുത്തു പറയാൻ കാരണം ഈ ഒരു ടൗണിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് വലിയ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വലിയ കടകളെന്നല്ല, ചെറിയ കടകൾ പോലും ഇല്ല. നമുക്കൊന്ന് വെള്ളമോ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ നിർത്തുന്ന ടൗണിൽ നിന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കൈ വെക്കുക. വേറെ ഒന്നുമില്ല, ഒരു കുപ്പി വെള്ളമോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ച് കൈ കരുതുക. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, വേറെ എന്ത് മേടിക്കാൻ മറന്നാലും വെള്ളം മേടിക്കുന്ന കാര്യം മറക്കല്ലേ കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കൂടെ വന്ന് കുറച്ച് ദൂരം പോസ്റ്റിനകത്തോടൊക്കെ തന്നെയാണ്, അതായത് നല്ല കാർക്കടോടൊക്കെ തന്നെയാണ് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിലെത്തും. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേരും വയസ്സും അതൊക്കെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ വെള്ളം കൊണ്ടുവന്ന് കുപ്പി ഉണ്ടെങ്കിൽ അത് എത്ര കുപ്പി എന്നുള്ളത് കറക്റ്റായിട്ട് എണ്ണം ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നോട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നോട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ബോട്ടിലിൻ്റെ എണ്ണം അവരെടുത്തിട്ടൊരു സ്ലിപ്പ് നമുക്ക് തരും. അതുപോലെ ഒരു 100 രൂപ നമ്മളിവിടെ കൊടുക്കണം കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഈ ബോട്ടിലുകളെല്ലാം നമ്മൾ കൊണ്ടുവരണം, കാലി കുപ്പിയായാലും. അത് കണ്ടതിന് ശേഷം ആ സ്ലിപ്പ് തിരിച്ചു കൊടുക്കുമ്പം അവർ നമുക്ക് 100 രൂപ തിരിച്ചു തരും. കാരണം അറിയാമല്ലോ, മേളിൽ കൊണ്ടുപോയി കുപ്പികളൊന്നും അവിടെ ഒന്നും വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നേരം നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ് ജീപ്പിൽ കിട്ടിയതെങ്കിലും ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര സുഖമുള്ള യാത്രയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഓഫ് റോഡ് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. പുള്ളിക്കാരൻ കർണാടകക്കാരൻ തന്നെയാണ്, ഇവിടുത്തെ ലോക്കൽ ആളാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഇച്ചിരി ഗൗരവക്കാരനാണ്. വലിയ എക്സ്പ്രഷൻസ് ഒന്നുമില്ല, വലിയ സംസാരമൊന്നുമില്ല. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും, അത്രേ ഉള്ളൂ. പുള്ളി കൊണ്ട് വലിയ ശല്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഓഫ് റോഡ് തുടങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്കൊരു കാട്ടുകോഴിയെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ജീപ്പ് ട്രക്കിങ്ങിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് 400 രൂപ, അതായത് മൊത്തത്തിൽ 8 പേർ കൂടെ 3200 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. പിന്നെ ആ ചെക്ക് പോസ്റ്റിൽ ഒരു 70 രൂപ ഒരാൾക്ക് ആവുന്നുണ്ട്. ഓഫ് റോഡിൻ്റെ ആ ഒരു ഭീകരതാവസ്ഥ എന്താണെന്ന് ഇവരുടെ ഒരു കുലുക്കവും ചാട്ടവും ബഹളവും ഒക്കെ കണ്ടപ്പം മനസ്സിലായി കാണും. ഭീകരതാവസ്ഥയെന്ന് വെറുതെ പറഞ്ഞത് കേട്ടോ. എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളായാലും പ്രായമുള്ള ആൾക്കാരായാലും എല്ലാവരും ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് നല്ല രീതിക്ക് എൻജോയ് ചെയ്തു കേട്ടോ. ആ ഓഫ് റോഡൊക്കെ കയറി നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് 2 സൈഡിലും വലിയ പുൽമേടുകളാണ് കേട്ടോ. മഴ സമയത്ത് ഇവിടെ വരുമ്പം വളരെ മനോഹരമാണെന്നാണ് അഖിൽ പറഞ്ഞത്. അഖിൽ നേരത്തെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. മഴ സമയത്ത് ഇവിടെ വരുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള സമയം എന്നാണ് ഇവൻ പറഞ്ഞത് കേട്ടോ. കാരണം ഈ പുൽത്തകടികളെല്ലാം ഇപ്പോൾ ഒരു ഗോൾഡൻ കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മഴ സമയത്ത് ഇതെല്ലാം പച്ച കളറിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന ഭാഗത്തെല്ലാം ഇപ്പം റോഡിലെല്ലാം പൊടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മഴ സമയത്ത് വരുമ്പോൾ ഫുള്ള് കോടമഞ്ഞ് മൂടിയിട്ടായിരിക്കും ഈ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ അഖിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടമഞ്ഞ് മൂടി നിൽക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള വൈഡായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ വൈബ് മഴയും മഞ്ഞും ഒക്കെ ഉള്ളപ്പം വരുന്ന സമയത്തായിരിക്കും. നമ്മുടെ ഈ ഒരു കുടജാദ്രിയുടെ ടോപ്പ് വരെയുള്ള ദൂരം മൂകാംബിക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ സഞ്ചരിക്കണം കേട്ടോ. അതിനകത്ത് ഓഫ് റോഡും കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു 2 കിലോമീറ്റർ നമുക്ക് നടന്നു കയറാനുണ്ട്. പുൽമേടുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി നമ്മൾ ടോപ്പിലെത്തി കാണുമെന്ന് കേട്ടോ. പക്ഷേ നമ്മൾ ടോപ്പിലെത്തിയിട്ടില്ല. ഇനിയും കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട്. ആ ഒരു ഓഫ് റോഡ് നമ്മൾ കയറി വന്ന വളവും തിരിവൊക്കെ ഉള്ള ഓഫ് റോഡൊക്കെ കഴിഞ്ഞെങ്കിലും നിരന്ന റോഡാണ് ഇനി നമുക്ക് പോകാനുള്ളത്. പക്ഷേ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടാത്തൊരു വലിയ അഗാധമായ കുഴി നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ജീപ്പുകളെല്ലാം വന്ന് പാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ നടന്നാണ് മുകളിലേക്ക് കയറാൻ പോകുന്നത്.
അങ്ങനത്തെ നമ്മുടെ ജീപ്പും ഇവിടെ വന്ന് പാർക്ക് ചെയ്തു. നമ്മുടെ കൂടെ വന്നവരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഒരു റിലേ കട്ടായി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ആ കുലുങ്ങി വന്നതിൻ്റെ അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി എല്ലാവരും ഒക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. റിലേ കട്ടായി നിൽക്കുവാണെന്ന് ഞാനൊരു ഓളത്തിന് പറഞ്ഞതല്ല, ശരിക്കും നമ്മുടെ റിലേ കട്ടാവും. നമ്മൾ താഴ്ന്ന ഓഫ് റോഡ് കഴിഞ്ഞ് മേളിൽ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴും ആ ഒരു കുലുങ്ങുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉള്ളത് കേട്ടോ. അതിറങ്ങി ഒരു 2-3 മിനിറ്റ് കഴിയും നമ്മളൊന്ന് നോർമൽ ആവാനായിട്ട്. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയ ഉടനെ നടന്നു. അപ്പോൾ അഖില് പറഞ്ഞു നമുക്കിനി ഇവിടെ നിന്ന് ഇവരുടെ കൂടെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ലേറ്റാവും, നമുക്ക് പോയി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ നേരെ പോകാമെന്ന് കരുതി ഞങ്ങൾ ആദ്യം തന്നെ നടന്നു കേട്ടോ. നടന്ന് ജസ്റ്റ് മുന്നോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമുക്ക് ക്ഷേത്രങ്ങളൊക്കെ കാണാൻ കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്ഷേത്രമാണ് ഇവിടുത്തെ മൂലസ്ഥാന ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിവിടെ നാഗതീർത്ഥകുളവും കാലഭൈരവ ക്ഷേത്രങ്ങളും ഒക്കെ കാണാൻ കേട്ടോ. രാവിലെ 6 മണിക്ക് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഞങ്ങളെടുത്തത് 7 മണിയുടെ ട്രിപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേ ആദ്യത്തെ ട്രിപ്പിലൊക്കെ പോയ ആൾക്കാർ തിരിച്ചിറങ്ങി വരുന്ന കാഴ്ചയെ കാണാം. ഇതുപോലുള്ള വഴികളിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് തുടക്കത്തിൽ. ഇനി മുകളിലേക്ക് ചെല്ലുമ്പോൾ അറിയാം ഇനി എങ്ങനെയുള്ള വഴികളാണെന്ന്. എന്തായാലും ഇവിടുന്ന് കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ് അതികഠിനമായ ട്രക്കിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അഖില് തുടക്കത്തിലെ വളരെ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. മുണ്ടൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ച് കുപ്പിയൊക്കെ പിടിച്ച്. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഈ കാണുന്ന ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ കയറി വന്നിട്ട് നമുക്ക് ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയിലായിട്ടാണ് കേട്ടോ നമ്മൾ വന്ന് കയറുന്നത്. ഇവിടെ എത്തുമ്പോൾ കാണാം വലിയ 2 മലകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അഖില് പറഞ്ഞു ഇതുപോലുള്ള 2-3 മല കയറാനുണ്ടെന്ന് ഇനി. അപ്പോൾ നമ്മളിതേ വീണ്ടും നടന്ന് കുറേ ദൂരം മേളിൽ കയറി ഒരു നിരപ്പായ സ്ഥലത്തെത്തി. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കൊരു അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ അഖില് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് മഴ സമയത്ത് എത്തുമ്പോൾ ഫുള്ള് കോട മൂടിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ ഫുള്ള് ഗ്രീനറി ആയിരിക്കും, പച്ച കളറിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഈ ഒരു വ്യൂ ആ ടൈമിൽ കിട്ടില്ല. ഈ ടൈമിൽ വരുന്നത് വേറെ എക്സ്പീരിയൻസും അത് വേറൊരു എക്സ്പീരിയൻസും. എന്തായാലും അഖില് പറയുന്നത് അവൻ ഇഷ്ടപ്പെട്ടത് മഴ സമയത്ത് വന്ന ആ ഒരു മഞ്ഞ് മൂടിയ കാലാവസ്ഥയായിരുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നത് താഴെ നിന്ന് കണ്ട വലിയ കൂറ്റൻ മലകളുടെ ഒരു ചരിവിലൂടെയാണ്, ചെറിയൊരു വഴിയിലൂടെ. ഇവിടെ നിന്ന് തെറ്റി താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. അത്രയ്ക്ക് വലിയൊരു മലയുടെ മുകളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുരുത്തം കെട്ട പിള്ളേരെയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മാരൊക്കെ ഓടിച്ചാടി ഇതിനകത്തോടൊക്കെ ഉച്ചുകുത്തി മറിയും. ശരിക്കും ഞാൻ ഒരു തമാശയായിട്ട് പറഞ്ഞതല്ല കേട്ടോ. ഇതുവഴി നടക്കുമ്പോൾ എൻ്റെ കാലുകൾ വരെ വിറയ്ക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. അത്രയ്ക്ക് ഒരു വലിയ ചരിവിലോട്ടാണ് നമ്മൾ പോകുന്നത്. എവിടോ സ്ഥലത്തറായോ? ഏത് ഇനിയും പോണോ? ഇനിയും പോകണം. ഓ മൈ ഗോഡ്. ശരിക്കും ഇതുപോലൊരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ മുമ്പൊരിക്കൽ ഇവിടെ വന്ന ഒരാളുകൂടെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു അഡ്വഞ്ചർ ട്രക്കിംഗ് പ്രോഗ്രാം ആകുമ്പോൾ അവർ നമുക്കൊരു ഐഡിയ തരും. ഇനി കുറച്ചുകൂടെ ഉണ്ട്, 1 മലയും കൂടെ ഉണ്ട്, 2 മലയും കൂടെ ഉണ്ട്, ഇതിൻ്റെ തൊട്ട് മേളിലായി എത്താറായി എന്നൊക്കെ. ഇവൻ അവിടെ തൊട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു മല കയറിയാൽ മതി, അടുത്ത മലയിൽ നമ്മളെത്തും. അങ്ങനെ ഇപ്പോൾ കയറാൻ തുടങ്ങിയിട്ട് 2-3 മലകളായി കേട്ടോ. നമ്മളിത് മൂകാംബിക ക്ഷേത്രം കണ്ടിട്ട് കുടജാദ്രിയിലേക്കുള്ള ട്രക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ട്രക്കിങ്ങിൻ്റെ ഒരു ഹൈറ്റൊക്കെ എൻ്റെ സൗണ്ടൊക്കെ മനസ്സിലാക്കാം. ഏകദേശം എന്തോ ഒരു ഹൈറ്റ് ഉണ്ടെന്ന്. നമ്മൾ രാവിലെ താഴ്ന്ന് ജീപ്പെടുത്ത് അവിടെ കയറി വീട്ടിലെത്തി 9 കിലോമീറ്റർ. ഇപ്പോൾ കേട്ടത് ഞാനിവിടെ വന്നിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് കേട്ടോ. അഖിലിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. പക്ഷേ അത് പക്ക ഫ്ലോപ്പായി. കാരണം ഞാൻ അവിടുന്ന് നടന്ന് കയറി ഇതിൻ്റെ മേളിലെത്തിയപ്പോഴത്തേക്കും സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാൻ ആരും മറക്കണ്ട കേട്ടോ. ഒരു കുപ്പി വെള്ളം കൈ കരുതണം, ഉറപ്പായിട്ടും. മറന്നു കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ വീണ്ടും കയറി മേളിലോട്ട് പോകുമ്പോഴത്തേക്കും മേളിൽ നിന്ന് കുറേ ആളുകൾ തിരിച്ചിറങ്ങി വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരോട് ചോദിക്കും ചേട്ടാ ഇനി ഒത്തിരി ഉണ്ടോ, കുറേ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർ നമുക്ക് നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്, 2 മലയും കൂടെ ഉണ്ടെന്നൊക്കെ. അങ്ങനെ ഈ കാണുന്നതാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞപീഠം. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് താഴ്ന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ വലിയൊരു ചരിവ് നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ ഒരു സർവജ്ഞപീഠം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ദേ ഈ കണ്ടതാണ് നമ്മുടെ ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞ പീഠം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഞാനും അതിലൂടെ പ്ലാൻ ചെയ്തതാണ് പാൻറ് ഇടണം മുണ്ടെടുക്കണം. അപ്പോൾ അഖിലൊരു അഭിപ്രായം പറഞ്ഞു മുണ്ടെടുത്ത് വന്നു കഴിഞ്ഞാൽ മേളിലേക്ക് കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ പാൻറ് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഖിൽ പറഞ്ഞത് മേളിൽ പോയി ഫോട്ടോ എടുക്കാനൊരു ആംബിയൻസ് ഒക്കെ വേണമെങ്കിൽ മുണ്ടായിരിക്കും പെട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ മുണ്ട് ഫൈനലൈസ് ചെയ്ത് അവിടുത്തെ മുണ്ടൊക്കെ എടുത്ത് നേരെ മേളിൽ കയറി. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നമുക്ക് ഇവിടെ വന്ന് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ മേളിൽ വേറൊരാൾ നിൽക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ ഇതിൻ്റെ മേളിലെത്തിയാൽ നമുക്ക് ആദ്യം ഐഡിയ കിട്ടിയില്ല. ഞങ്ങളുടെ ഇരുന്ന ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ. ബിസ്ക്കറ്റൊക്കെ തിന്ന ആശ എനിക്ക് തിന്നപ്പോഴാണ് നമുക്ക് പിന്നെ മനസ്സിലായത് ഇതിനെ താഴ്ന്ന് കയറി വന്നാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ മലയാളീസ് ടീം കുറച്ച് പയ്യന്മാർ വന്ന് അവന്മാർ പൊക്കിക്കൊണ്ട് വന്നതാണ് ഇതിൻ്റെ മുകളിൽ എത്തിച്ചത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു ട്രക്കിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ് അവർ തന്നിരിക്കുന്ന ഒരു സമയം കേട്ടോ. ഈ ഒരു സമയത്തിനുള്ളിൽ തിരിച്ചു തന്നില്ലെങ്കിൽ ജീപ്പിന് എക്സ്ട്രാ ചാർജ് അവർ ഈടാക്കും കേട്ടോ. അങ്ങനത്തെ നമ്മുടെ കുടജാദ്രിയിൽ സർവജ്ഞപീഠത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടുന്ന് നേരെ ഇനി താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ കുറേ ആൾക്കാർ വന്ന് ഇന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനായിട്ടും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ക്യാമറ കൊണ്ടുവരുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ അങ്ങനെ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ.